ഹലോ ഡിയേഴ്സ്, ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ജോസി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വെഡ്ജ് ഫ്രിക്ഷൻ്റെ തേർഡ് പ്രോബ്ലം ആണ്. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ ബ്ലോക്ക് വെയിങ് 1000 Newton is to be raised against a surface inclined at 60 degree to the horizontal by means of a 15-degree wedge. Find the horizontal force P which will just start the block to move if the coefficient of friction between all the surfaces of the contact be 0.3. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ഇവിടെ 1000 Newton വെയിറ്റ് ഉള്ളൊരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിനെ ഈ വെഡ്ജ് യൂസ് ചെയ്തിട്ട് മുകളിലേക്ക് റേസ് ചെയ്യുകയാണ്, മുകളിലേക്ക് ഇതിനെ ലിഫ്റ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ വെഡ്ജിൻ്റെ ഈ എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതായത് പി എന്ന് പറയുന്ന ഫോഴ്സ് ഈ വെഡ്ജിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. പിന്നെ നോക്കിക്കേ, ഈ ബ്ലോക്കിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് റെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്. ആ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണെന്ന്. അതേപോലെ തന്നെ വെഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 15 ഡിഗ്രി ആണെന്ന്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഫ്രിക്ഷൻ്റെ എല്ലാ പ്രോബ്ലം ചെയ്യുന്നത് പോലെ നമുക്ക് ഈ ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ ഈ വെഡ്ജിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചതിന് ശേഷം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ പി കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് ഈ 1000 Newton വെയിറ്റുള്ള ഈ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ബ്ലോക്ക് 1000 Newton വെയിറ്റുള്ള ഈ ബ്ലോക്കിനെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഫസ്റ്റ് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് വെയിറ്റ് മാർക്ക് ചെയ്യാം അല്ലേ. വെയിറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് എപ്പോഴും വേർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. 1000 Newton എന്ന് തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണ് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്? റിയാക്ഷൻ മാർക്ക് ചെയ്യണം അല്ലേ. റിയാക്ഷൻ എവിടെയാണ് വരുന്നത്? റിയാക്ഷൻ കോണ്ടാക്ട് സർഫസിലാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈ 1000 Newton ബ്ലോക്കിന് എവിടെയൊക്കെയാണ് കോണ്ടാക്റ്റ് ഉള്ളത്? ഈ ഒരു പോർഷനിൽ കോണ്ടാക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ വെഡ്ജിൻ്റെ ഈ ഒരു സർഫസുമായിട്ടും കോണ്ടാക്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഈ രണ്ട് സർഫസിലും റിയാക്ഷൻ വരും. റിയാക്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു റിയാക്ഷൻ വരും. ഈ റിയാക്ഷൻ ഇപ്പോൾ എങ്ങനെയായിരിക്കും? ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള റിയാക്ഷൻ നമ്മുടെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻസിനെ ഇങ്ങോട്ട് വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലുള്ള റിയാക്ഷനെ വരയ്ക്കാം. നമ്മുടെ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ആ റിയാക്ഷൻ നമുക്ക് R1 എന്ന് നെയിം ചെയ്യാം. ഇനിയും ഈ ഒരു സർഫസിലും റിയാക്ഷൻ ഉണ്ട് അല്ലേ. ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെയും ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ നമുക്ക് R2 എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് അടുത്ത എന്താണ് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാനായിട്ടുള്ളത്? ഈ ബോഡിയിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഈ ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട. ഇനി നമുക്ക് അടുത്തായിട്ട് മാർക്ക് ചെയ്യാനുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. ഫ്രിക്ഷണൽ ഫോഴ്സും എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? കോണ്ടാക്ട് സർഫസിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കോണ്ടാക്ട് സർഫസ് ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്ട് സർഫസ് ഉണ്ട്. ഈ രണ്ട് സർഫസിലും നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഈ വെഡ്ജിലേക്ക് ഇവിടെ പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വെഡ്ജ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? വെഡ്ജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ ഈ ബ്ലോക്ക് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ ബ്ലോക്ക് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഈ ഒരു സർഫസിന് പാരലായിട്ടായിരിക്കും നമ്മുടെ ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതിൽ കൂടി ആയിരിക്കും? ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ കൂടി ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇൻറ്റു റിയാക്ഷൻ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമ്മുടെ ക്വസ്റ്റിലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. മ്യൂ ഈസ് ഈക്വൽ ടു 0.3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 0.3 ഇൻറ്റു R1 എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സർഫസിലാണ് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. നോക്കിക്കേ, നമ്മുടെ ഈ സർഫസ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഈ വെഡ്ജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് എങ്ങോട്ട് മൂവ് ചെയ്യും? അപ്വേർഡായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സർഫസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? ഈ ഒരു സർഫസിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ. എന്തായാലും ഈ സർഫസിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ ഈ ഒരു സർഫസ് ബ്ലോക്കിൻ്റെ സർഫസാണ്. നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഈ ഒരു സർഫസാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു സർഫസ്
ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ ഒരു പ്ലെയിനിൽ കൂടി ആയിരിക്കും അല്ലേ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെയും കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. മ്യൂ ഇൻറ്റു റിയാക്ഷൻ എന്നാണ്. മ്യൂ എന്ന് പറയുന്നത് 0.3 ആണ്. റിയാക്ഷൻ ഇവിടെ R2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ഫോഴ്സിനെയും ഈ ഒരു ബ്ലോക്കിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ ബ്ലോക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് അല്ലേ ഇരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ആ പ്ലെയിനിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്? 15 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു ഇക്വിലിബ്രിയം കണ്ടീഷൻ? സിഗ്മ H = 0, സിഗ്മ V = 0. ഇത് രണ്ടെണ്ണമാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. അതായത് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആണ്, ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആണ്. ഇവിടെ നോക്കി നമ്മുടെ R1ഉം R2ഉം അതുപോലെ തന്നെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എല്ലാം ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും നമുക്ക് റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആംഗിൾ വേണം അല്ലേ. ഫസ്റ്റ് നമുക്ക് 0.3 R2നെ നമുക്ക് റിസോൾവ് ചെയ്യാം. നോക്കിയേ, ഒന്നുകിൽ നമുക്ക് ഈ ഒരു ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ 0.3 R2 ഈ ഒരു ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം അല്ലേ. എങ്ങനെ ഈ ആംഗിൾ കിട്ടും? നോക്കിക്കേ, നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ ഒരു പ്ലെയിനിൽ കൂടിയാണല്ലേ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഈ ഒരു പ്ലെയിൻ, ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. അത് 15 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സും അതേ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അതേ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിതിനെ റിസോൾവ് ചെയ്യാമല്ലോ. എങ്ങനെ റിസോൾവ് ചെയ്യാം? 0.3 R2 ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതായത് 0.3 R2 × cos 15 എന്ന് എഴുതാം. പിന്നെ ഈ കമ്പോണൻ്റ് എന്ത് വരും? സൈൻ കമ്പോണൻ്റ് ആവും അല്ലേ. അതായത് 0.3 R2 × sin 15 എന്ന് എഴുതാം. ഇനി ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അകത്തോട്ടായതുകൊണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അകത്തോട്ട് തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് R2ൻ്റെ ആംഗിളാണ് അല്ലേ. ഒന്നുകിൽ R2 ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ R2 വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. ഇതേ ബ്ലോക്കിന് തന്നെയാണ് ഇങ്ങോട്ടൊന്ന് വരച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് നമുക്കറിയാം? 15 ഡിഗ്രി ആണെന്നറിയാം അല്ലേ. അപ്പോൾ ആ 15 ഡിഗ്രി നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ R2 എന്ന് പറഞ്ഞ റിയാക്ഷൻ ഒന്നുകിൽ വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ വേണം. ഈ ഒരു ലൈനും പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ നോക്കി, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടും. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 15 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ആ ആംഗിൾ 75 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ റിയാക്ഷൻ നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. റിയാക്ഷൻ എപ്പോഴും നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഈ ടോട്ടൽ ആംഗിൾ 90 ആണ്. ഈ ഒരു ആംഗിൾ 90 ആണ്, പിന്നെ ഈ ഒരു ആംഗിൾ 75 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ 15 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മുടെ റിയാക്ഷൻ വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 15 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആ ആംഗിളിനെ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ ആംഗിൾ എത്രയാണ്? 15 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി റിസോൾവ് ചെയ്യാമല്ലോ. R2 ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആക്സിസ് എന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതായത് R2 × cos 15. ഈ ആക്സിസ് R2 × cos 15 എന്ന് നോക്കിയാൽ ഇത് എന്ത് വരും? ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ത് വരും? അതായത് ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് R2 × cos 15 ആണ്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ത് വരും? ഇത് കൊസൈൻ കമ്പോണൻ്റ് ആണെങ്കിൽ ഇത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതായത് R2 × sin 15 എന്ന് വരും. ഇനി സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? നോക്കിക്കേ, നമ്മുടെ ഈ ഫോഴ്സ് റിയാക്ഷൻ അകത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, ഒരു പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അതേ പോയിന്റിലേക്ക് തന്നെയായിരിക്കും. ഇനി നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ ഒരു R1 ഉണ്ട്, പിന്നെ 0.3 R1 ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഒന്നുകിൽ ഈ R1 ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ വേണം.
നോക്കിയേ ഈ ബ്ലോക്കിനകത്ത് ഇങ്ങോട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നോക്കിയേ, നമ്മുടെ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതായത് നമ്മുടെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാം 60 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്? ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കിതിനെ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ, നമ്മുടെ ഈ ഒരു വേർട്ടിക്കൽ ലൈന് നമുക്ക് ഇങ്ങ് താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നോക്കി ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ എങ്ങനെയായാലും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? നമുക്കറിയാമല്ലോ, റിയാക്ഷൻ ഈ സർഫസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. നമുക്കറിയാം റിയാക്ഷൻ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, അതായത് ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അതായത് നമ്മുടെ റിയാക്ഷൻ ഇവിടുത്തെ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കിട്ടി 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്കതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ റിസോൾവ് ചെയ്യാമല്ലോ. ഈ കമ്പോണൻറ്റ് എന്ത് വരും? ഈ കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റ് വരും അല്ലേ? അപ്പോൾ R1 സൈൻ 60, പിന്നെ ഈ കമ്പോണൻറ്റ് എന്ത് വരും? ഈ കമ്പോണൻറ്റ് R1 കോസ് 60 എന്ന് വരും. ഇനിയും ഈ രണ്ട് കമ്പോണൻസിൻ്റെയും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ അകത്തോട്ടായതുകൊണ്ട് രണ്ട് കമ്പോണൻസിൻ്റെയും ഡയറക്ഷൻ അകത്തോട്ട് തന്നെയായിരിക്കും. ഇനി നമുക്ക് .3 R1നെയും കൂടെ റിസോൾവ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഈ .3 R1നെ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഇതിൽ തന്നെ വരച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷനായി പോകും അല്ലേ? അതുകൊണ്ട് മാത്രം ഈ .3 R1നെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. അപ്പോൾ നോക്കി, നമ്മുടെ ഈ .3 R1 ഒന്നുകിൽ ഇതിനെ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. ഇത് നമ്മുടെ സെയിം ബ്ലോക്ക് തന്നെയാണ് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ആ .3 R1നെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇതാണല്ലേ നമ്മുടെ .3 R1. ഈ .3 R1 ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത് വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഇതേ പ്ലെയിനിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ .3 R1 ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 60 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ട് നമുക്കിതിനെ റിസോൾവ് ചെയ്യാം. ഈ ഒരു കമ്പോണൻറ്റ് എന്ത് വരും? ഈ കമ്പോണൻറ്റ് കൊസൈൻ കമ്പോണൻറ്റ് വരും അല്ലേ? .3 R1 ഇൻറ്റു കോസ് 60 വരും. ഇനി ഈ കമ്പോണൻറ്റ് എന്ത് വരും? ഇത് സൈൻ കമ്പോണൻറ്റ് വരും. .3 R1 ഇൻറ്റു സൈൻ 60. ഇനിയും ഈ കമ്പോണൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? .3 R1 ഈ ഒരു പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും ഇതേ പോയിന്റിലേക്ക് തന്നെയായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0, അതായത് വേർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിരിക്കും. സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും ഫോഴ്സ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ ഏതൊക്കെയാണ് വേർട്ടിക്കൽ ഫോഴ്സസ്? ഈ .3 R1ൻ്റെ ഒരു സൈൻ കമ്പോണൻ്റ് ഉണ്ട്, R2ൻ്റെ ഒരു കൊസൈൻ കമ്പോണൻ്റ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഈ ഒരു .3 R2ൻ്റെ സൈൻ കമ്പോണൻ്റ് ഉണ്ട്, പിന്നെ 1000 ന്യൂട്ടൺ ഉണ്ട്, പിന്നെ ഈ R1ൻ്റെ കൊസൈൻ കമ്പോണൻറ്റും ഉണ്ട്. അപ്പോൾ നോക്കി, R2ൻ്റെ കൊസൈൻ കമ്പോണൻറ്റ് അപ്വേർഡ് ആണ് അല്ലേ? അതുകൊണ്ട് അത് പ്ലസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് R2 കോസ് 15 എന്ന് എഴുതാം. ഇനി നോക്കി .3 R1 സൈൻ 60 ഡൗൺവേർഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് .3 R1 സൈൻ 60 എന്ന് എഴുതാം. ഇനി അടുത്ത ഫോഴ്സ് ഏതാണ്? ഇതാണ് അല്ലേ? അത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ മൈനസ് .3 R2 ഇൻറ്റു സൈൻ 15. ഇനി ഈ ഒരു ഫോഴ്സ് ഉണ്ട്, ഇത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 1000. ഇനി നോക്കിയേ, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ? ഈ ഫോഴ്സ് അപ്വേർഡ് ആണ്. അത് പ്ലസ് R1 ഇൻറ്റു കോസ് 60 ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് R1 ഉള്ള ടേമെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം, അതുപോലെ തന്നെ R2 ഉള്ള ടേംസെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.888 R2 പ്ലസ് 0.24 R1 ഇസ് ഈക്വൽ ടു 1000 എന്ന് കിട്ടും. നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് R1നെ ഫസ്റ്റും R2നെ സെക്കൻഡുമായിട്ട് എഴുതാം.
അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിരിക്കും. സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവുമായിരിക്കും. നോക്കിക്കേ, ഇവിടുത്തെ 0.3 R1ൻ്റെ ഈ കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ കമ്പോണൻറ്റ് റൈറ്റിലേക്കാണ്, അതുകൊണ്ട് നമുക്ക് 0.3 R1 cos 60 എന്ന് എഴുതാം. പിന്നെ നോക്കി, അടുത്ത കമ്പോണൻ്റ് ഏതാണ്? R2 sin 15 ഉണ്ടല്ലേ, അത് ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് -R2 sin 15. ഇനി ഈ ഒരു കമ്പോണൻറ്റ് അത് ലെഫ്റ്റിലേക്കാണ്, -0.3 R2 cos 15. ഇനി നോക്കിക്കേ, ഇനി വേറൊരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഏതാ? ഇതൊരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് റൈറ്റിലേക്കാണ്, അതുകൊണ്ട് +R1 sin 60 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് R1 ഉള്ള ടേമിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം, അതുപോലെ തന്നെ R2 ഉള്ള ടേമിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. അങ്ങനെ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും, അതായത് 1.016 R1 -0.548 R2 is equal to 0. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നോക്കി, 2 ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോഴേക്കും നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയല്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R1ൻ്റെയും R2ൻ്റെയും വാല്യൂ കിട്ടും. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും? 2 രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഒന്നുകിൽ R1ൻ്റെയോ R2ൻ്റെയോ വാല്യൂ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം അതിനെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ R1ൻ്റെയും R2ൻ്റെയും വാല്യൂ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് വേറൊരു കാര്യം ചെയ്യാം, നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കി, മോഡ് സെലക്ട് ചെയ്യുക അല്ലേ. മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനിപ്പോൾ സോൾവ് സിസ്റ്റം ഇക്വേഷൻ ടു അൺനോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു മോഡുണ്ടല്ലേ, ആ ഒരു മോഡിൽ ഈ ഒരു ഫോർമുല ഉള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നോക്കിയേ, ഇവിടെ നമുക്ക് ABC എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ നമ്മുടെ അൺനോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? R1ഉം R2 ആണ്. അപ്പോൾ R1ൻ്റെ കോഎഫിഷ്യൻറ്റ് A ആയിരിക്കും, R2ൻ്റെ കോഎഫിഷ്യൻറ്റ് B ആയിരിക്കും, പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് C ആയിരിക്കും. ഈക്വൽ ടു സൈന് അപ്പുറത്തുള്ളത് C എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ആ ഒരു ഓർഡറിലാണ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. പ്ലസ് നമുക്ക് A എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഇടാം അല്ലേ. A എന്ന് പറയുന്നത് R1ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. R1ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 0.24 ആണ്. അപ്പോൾ നമുക്ക് 0.24 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.24 ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈക്വൽ ടു സൈനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഇവർ ചോദിക്കുന്നത് B ആണ്. B എന്ന് പറയുന്നത് R2ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, അതായത് 0.888 ആണ്. അതിനുശേഷം ഈക്വൽ ടു പ്രസ് ചെയ്യുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് C ആണ്. C എന്ന് പറയുന്നത് ഈക്വൽ ടു സൈന് അപ്പുറത്തുള്ള കോൺസ്റ്റൻറ്റ് ടേം ആണ്. ഇവിടെ അത് 1000 ആണ്. അപ്പോൾ നമുക്ക് 1000 ഇട്ട് കൊടുക്കും. ഇനി അവർ വീണ്ടും A ആണ് ചോദിക്കുന്നത്, അതായത് സെക്കൻഡ് ഇക്വേഷനിലെ R1ൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് 1.016. അത് നമ്മൾ ഇട്ട് കൊടുത്തു, ഈക്വൽ ടു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ B ചോദിക്കുന്നു. B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷനിലെ R2ൻ്റെ കോഎഫിഷ്യൻറ്റ്. R2ൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാണ്? -0.548. സൈനും കൂടെ ചേർത്ത് വേണം നമ്മൾ ഈ ഇക്വേഷനിലിടാൻ, അതായത് -0.548 ഈക്വൽ ടു കൊടുക്കുന്നു. പിന്നെ നോക്കി, പിന്നെ അടുത്ത് ചോദിക്കുന്നത് C ആണ്. C എന്ന് പറയുന്നത് ഈക്വൽ ടു സൈന് അപ്പുറത്തുള്ള കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ ഈക്വൽ ടു സൈന് അപ്പുറത്തുള്ള എന്താണ്? 0 ആണ്. നമുക്ക് ആ 0 ഇവിടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈക്വൽ ടു കൊടുക്കുക, ഒരു ഈക്വൽ ടു കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിക്കേ, X എന്ന വാല്യൂ കിട്ടും. X എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് R1ൻ്റെ വാല്യൂ കിട്ടി. R1 is equal to 530.12 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി നോക്കിയാൽ ഒരു പ്രാവശ്യം കൊണ്ട് ഈക്വൽ ടു പ്രസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Y is equal to എന്ന് കിട്ടും. Y എന്ന് പറയുന്നത് R2 ആണ് അല്ലേ. Y എന്ന് പറയുന്നത് സെക്കൻഡ് അൺനോൺ ആണ്, അതായത് R2 ആണ് ഇവിടുത്തെ സെക്കൻഡ് അൺനോൺ അല്ലേ. അപ്പോൾ R2 is equal to 982.85 ന്യൂട്ടൺ എന്ന് കിട്ടും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക, എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് R1ൻ്റെയും R2ൻ്റെയും വാല്യൂസ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്ത് R1ൻ്റെയും R2ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഈ വെഡ്ജിൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതണം.
ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രത്തിലെ വെയിറ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ നമ്മൾ വെഡ്ജിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്യാറില്ല. കാര്യം വെഡ്ജിൻ്റെ വെയിറ്റ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് വെഡ്ജിൻ്റെ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്തായിരിക്കും മാർക്ക് ചെയ്യാനുള്ളത്? അടുത്ത് നമുക്ക് റിയാക്ഷനാണ് മാർക്ക് ചെയ്യാനുള്ളത്. റിയാക്ഷൻ എവിടെയാണ് വരുന്നത്? കോണ്ടാക്ട് സർഫസിലാണ് അല്ലേ. കോണ്ടാക്ട് സർഫസ് ഏതൊക്കെയാണ്? ഇതൊരു കോണ്ടാക്ട് സർഫസ് ആണ്, അതുപോലെ തന്നെ ഇതും ഒരു കോണ്ടാക്ട് സർഫസ് ആണ്. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെ വരും? ഇവിടുത്തെ റിയാക്ഷൻ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെ വരും? ഇവിടുത്തെ റിയാക്ഷൻ ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആ റിയാക്ഷനെ ഇങ്ങോട്ട് വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ഈ റിയാക്ഷനെ വരയ്ക്കാം. എങ്ങനെയായിരിക്കും? നമ്മുടെ ഈ സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അല്ലേ. ഈ റിയാക്ഷൻ നമുക്ക് R3 എന്ന് നെയിം ചെയ്യാം. ഇനി ഇവിടെ ഒരു റിയാക്ഷൻ വരും അല്ലേ, ഈ ഒരു സർഫസിൽ ഒരു റിയാക്ഷൻ വരും. അത് നമ്മുടെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ റിയാക്ഷൻ R2 തന്നെയാണ് അല്ലേ. അപ്പോൾ R2 എന്ന് നെയിം ചെയ്യാം. R2ൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, ഈ ബോഡിക്ക് ഉള്ളിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ റിയാക്ഷൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഈ ബോഡിയിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ എന്നാണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലേ, P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ P എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇനി നമുക്ക് എന്താണ് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ടുള്ളത്? ഇനി നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് എവിടെയാണ്? കോണ്ടാക്ട് സർഫസിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരും, ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നോക്കിയാൽ നമ്മുടെ വെഡ്ജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? വെഡ്ജിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ഡയറക്ഷനാണ് ആണല്ലേ. അതായത് ഇവിടെ ഈ ഒരു ഫോഴ്സ് ഈ വെഡ്ജിലേക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വെഡ്ജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സർഫസിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഈ ഒരു മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യാം. ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മ്യൂ ഇൻറ്റു റിയാക്ഷൻ എന്നാണ് അല്ലേ. മ്യൂ ക്വസ്റ്റിൽ 0.3 ആണ് തന്നിരിക്കുന്നത്. 0.3 ഇൻറ്റു ഇവിടുത്തെ റിയാക്ഷൻ R3 ആണ്. നമുക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൊണ്ട് വരും ഈ ഒരു കോണ്ടാക്ട് സർഫസിൽ. നോക്കി നമ്മുടെ ഈ ഒരു സർഫസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? നമ്മുടെ വെഡ്ജിൻ്റെ ഈ ഒരു സർഫസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? വെഡ്ജ് മൂവ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ വെഡ്ജിൻ്റെ ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. വെഡ്ജിൻ്റെ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ. കാര്യം ഈ വെഡ്ജിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ് വെഡ്ജ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സർഫസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ വരും? ഈ ഒരു ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ്, ഇതേ പ്ലെയിനിൽ കൂടെ തന്നെയാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സും വരുന്നത്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മ്യൂ ഇൻറ്റു റിയാക്ഷൻ എന്നാണ്. ഇവിടെ മ്യൂ 0.3 ആണ്. അപ്പോൾ 0.3 ഇൻറ്റു R2 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണം. ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ V = 0, അതുപോലെ തന്നെ സിഗ്മ H = 0. ഇവിടെ നോക്കിക്കേ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സും അതുപോലെ തന്നെ ഈ റിയാക്ഷനും ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് റിസോൾവ് ചെയ്യണം. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ടും അതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും നമുക്ക് റിസോൾവ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് 0.3 R2 എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത് നോക്കാം അല്ലേ. ഒന്നുകിൽ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. എങ്ങനെ ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നോക്കിയേ, നമ്മുടെ വെഡ്ജിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, 15 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ആംഗിൾ 15 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 15 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സും ഇതേ പ്ലെയിനിൽ കൂടെ തന്നെയാണല്ലേ പോകുന്നത് അല്ലേ. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഇതേ പ്ലെയിനിൽ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സും ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ റിയാക്ഷൻ ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം അല്ലേ. നമുക്ക് ഈ ആംഗിൾ അറിയാം അല്ലേ. ഈ ആംഗിൾ എത്രയാണ്? 15 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു വേർട്ടിക്കൽ ലൈൻ നമുക്കിങ്ങനെ താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 15 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ആ ആംഗിൾ 75 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇത് 75 ഡിഗ്രി ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കാണുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളും 75 ഡിഗ്രി ആയിരിക്കും. കാര്യം നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണെന്ന് നമുക്കറിയാം. ഇനി നോക്കിയേ, നമ്മുടെ റിയാക്ഷൻ സർഫസുമായിട്ട് എങ്ങനെയാണ്, എത്ര ആംഗിളാണ് നമുക്കറിയാം അല്ലേ. റിയാക്ഷൻ സർഫസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. ഈ റിയാക്ഷനും സർഫസും പെർപെൻഡിക്കുലർ ആണ്.
ഇത് അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി ആണ്, ഈ ഒരു ആംഗിൾ 75 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 90 - 75 ആണല്ലേ. അതായത് ഈ ആംഗിൾ 15 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മുടെ റിയാക്ഷൻ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ 15 ഡിഗ്രി ആയിരിക്കും. നമുക്കിതിനെ റിസോൾവ് ചെയ്യാമല്ലോ. എങ്ങനെയാണ്? R2 എന്ന് പറയുന്നത് ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതായത് R2 cos 15 എന്ന് വരും. ഈ കമ്പോണൻ്റ് എന്ത് വരും? ഈ കമ്പോണൻ്റ് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതായത് R2 × sin 15 എന്ന് വരും. ഇനി ഡയറക്ഷൻ എങ്ങനെയാണ്? R2 അകത്തോട്ടായതുകൊണ്ട് രണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അകത്തോട്ട് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാമല്ലോ. 0.3 R2 ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 0.3 R2 × cos 15 എന്ന് വരും. ഇനി ഈ കമ്പോണൻ്റ് എന്ത് വരും? ഈ കമ്പോണൻ്റ് 0.3 R2 sin 15 ആയിരിക്കും. 0.3 R2ൻ്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണ്. അതുകൊണ്ട് രണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും പുറത്തോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെഡ്ജിൻ്റെ എല്ലാ ഫോഴ്സിനെയും നമ്മൾ റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ എക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സിഗ്മ V = 0 എന്നുള്ള എക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് വേർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിരിക്കും. സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവുമായിരിക്കും. അപ്പോൾ R3 എന്ന് പറയുന്ന ഫോഴ്സ് അപ്വേർഡ് ആണ്. അതുകൊണ്ട് +R3. പിന്നെ നോക്കിയേ മൈനസ് ഈ ഒരു ഫോഴ്സ് ഡൗൺവേർഡ് ആണല്ലേ. അപ്പോൾ R2 cos 15. ഇനി അടുത്ത ഫോഴ്സ് 0.3 R2 sin 15 ആണ്. അത് അപ്വേർഡ് ആണ്. അപ്പോൾ +0.3 R2 sin 15 = 0. ഈ ഇക്വേഷൻ നമുക്ക് R2ൻ്റെ വാല്യൂ അറിയാമല്ലേ. നമ്മൾ 1000 ന്യൂട്ടൺ ബ്ലോക്കിൻ്റെ എക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്ത് R2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 982.85. അത് നമുക്ക് നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ R2ൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ R3 മാത്രമേ ഉള്ളൂ അൺനോൺ അല്ലേ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ R3യുടെ വാല്യൂ കിട്ടുന്നത് R3 = 873.046 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത എക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ്? സിഗ്മ H = 0. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിരിക്കും. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ കമ്പോണൻസ്? R2 sin 15 ഉണ്ട്, പിന്നെ P എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്, പിന്നെ 0.3 R3 ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. ഇതിനെ എങ്ങനെ എഴുതാം? നോക്കിയേ, R2 sin 15 റൈറ്റിലേക്കാണ്, അതുകൊണ്ട് +R2 sin 15. പിന്നെ 0.3 R3 റൈറ്റിലേക്കാണ്, അതുകൊണ്ട് +0.3 R3. പിന്നെ നോക്കിയേ, ഈ ഒരു ഫോഴ്സ് അത് റൈറ്റിലേക്കാണ്, അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ P എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട് അല്ലേ, അത് ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് -P = 0. ഈ ഒരു ഇക്വേഷനിൽ R2ൻ്റെ വാല്യൂ നമുക്കറിയാം, അതുപോലെ തന്നെ R3യുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. P മാത്രമേ ഉള്ളൂ അൺനോൺ. അപ്പോൾ നമുക്ക് P കണ്ടുപിടിക്കാമല്ലോ. P നമുക്ക് = സൈന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P = R2 sin 15. R2 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 982.85 × sin 15. പിന്നെ അടുത്തത് +0.3 × R3. R3 എത്രയാണ്? 873.046 അല്ലേ. പിന്നെ +0.3 × R2 എന്ന് പറയുന്നത് 982.85 ആണ് × cos 15. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് Pയുടെ വാല്യൂ കിട്ടുന്നത് 801.1 ന്യൂട്ടൺ എന്നാണ്. അപ്പോൾ ഈ Pയുടെ വാല്യൂ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് ഈ 801.1 ന്യൂട്ടൺ ഫോഴ്സ് ഈ വെഡ്ജിൻ്റെ ഈ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ 1000 ന്യൂട്ടൺ ബ്ലോക്കിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓരോ പ്രോബ്ലത്തിൻ്റെയും എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ചെയ്ത് പഠിക്കുക. എങ്കിൽ മാത്രമേ ഓരോ സ്റ്റെപ്സിലും എന്ത് കൺസെപ്റ്റാണ് യൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.